അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കാര്യങ്ങളോട് പറയാനാട്ടോ. കുഞ്ഞു കാര്യങ്ങളോട് പറയാമെന്ന് വെച്ചാൽ എനിക്കത് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാൻ മതിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയല്ല. ആരുമല്ല, കുറ്റമായിട്ട് പറയാനൊന്നല്ല. എൻ്റെ സിസ്റ്റർ ഇന്ന് രാവിലെ വിളിച്ചു. അറിയാലോ, എനിക്ക് ആകെ ഒരേ ഒരു സിസ്റ്ററേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കല്ല, എന്നെ അറിയുന്ന കുറച്ച് ആളുകൾക്കറിയാം. ഹഫി. അപ്പം ഞങ്ങൾ ഡെയിലി വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കും, അവൾ ഇങ്ങോട്ട് വിളിക്കും. അത് എന്താ പറയുക, ഞങ്ങൾ ചെറുകഥ എഴുതുന്ന പോലെയാണ്. ഉമ്മാനെ വിളിക്കും, അവൾ എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും, ഉമ്മ അവളെ വിളിക്കും, അങ്ങനെയാണ്. പിന്നെ ദിലു വിളിക്കും, ജാസി വിളിക്കും, അളിയൻ വിളിക്കും. അപ്പോൾ ഒരു ദിവസം അവളെ കോള് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങേറാട്ടോ. അത് വേറെ കാര്യം. ഉമ്മ ഈ വിളിച്ചോക്ക് പറഞ്ഞിട്ട് എന്നെ ഇതാക്കും. അവളും മൂന്ന് മക്കളായിട്ട് നിൽക്കല്ല, അപ്പം ഉമ്മമാരെ എന്തായാലും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല, വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട്, ഓൾക്ക് വിളിക്കാൻ പറ്റാതെ. അപ്പോൾ ഈ അച്ചാറിൻ്റെ പരിപാടി ഉള്ളതിനോണ്ട് ഓൾക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവളിന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഞാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞ് ഇന്നലെ വിളിച്ചില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്ക് പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചിട്ടോ. അപ്പം ഞാൻ അവളെ വിളിച്ചപ്പോൾ ഓളിങ്ങനെ കുറേ സംസാരിച്ച കൂട്ടത്തിൽ ഓള് പറയാം, എടി ഞാനിങ്ങനെ ഒരു കാര്യം പറയട്ടെ. ഓളെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ ഓളിങ്ങനെ പറയുന്നത്. പിന്നെ ഓളെ റിലേറ്റീവ് ഓൾക്ക് വയ്യ. അപ്പോൾ സത്യത്തിൽ അവർക്ക് നല്ല പനിയാണ്, അളിയനും നല്ല പനിയാണ്. പിന്നെ അലുമോന് പനി മാറി വന്ന്. അപ്പോൾ ഓൾക്കും ഇപ്പോൾ പനിയാ കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഓളിനോട് പറഞ്ഞേ, നമ്മളെന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വയ്യായിക. അപ്പോൾ ഉമ്മക്കും വയ്യട്ടോ, ഉമ്മക്ക് ഓൾറെഡി ഷുഗറാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ആ കാര്യമൊക്കെ ഇങ്ങനെ ഓള് പറഞ്ഞിട്ടെന്നോട്, എന്താലേ നമ്മളെന്താ ഇങ്ങനെ ഓരോരുത്തർ എത്ര അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ല, നമ്മൾ മാത്രം എന്താ ഇങ്ങനെ. അപ്പോൾ പിന്നെ അതേപോലെ വേറെ കുറേ ആൾക്കാരോട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടോ, അറിയുന്നവരെന്നെ അവരൊക്കെ നല്ല എൻജോയ് ചെയ്യുക, നമ്മളെന്താ എങ്ങനെ 3-4 വട്ടം. അപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നപ്പോൾ ഉമ്മ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ അതുണ്ടാക്കി പറയുന്നില്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. വിശ്വാസമില്ലെങ്കിൽ അപ്പം അറിയുന്നവർക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പം അറിയുന്നവർക്ക് ഞാൻ സത്യം പറഞ്ഞത്. അപ്പം ഞാൻ ആ ഒരു മൈൻഡിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞ എന്താ പറയുക, അഫി ഞാൻ എൻ്റെ കൂടെപ്പിറപ്പാണ്, അവളെൻ്റെ. അവൾ കമ്പയർ ചെയ്ത ആൾ വേറാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് ഇന്നെ അപേക്ഷിച്ച് ഈ അൽഹംദുലില്ലാ വലിയ സ്വർഗത്തിലാണ് അല്ലേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് എനിക്ക് അസൂയല്ല, ഞാൻ കണ്ടിട്ട് സത്യത്തിൽ അവൾക്ക് അസൂയൊന്നുമല്ല, അവൾ അങ്ങനത്തെ ആളുമല്ല, എന്തിന് നമ്മൾ അസൂയപ്പെടണം, അതല്ല. അവൾക്ക് കണ്ടപ്പോൾ ഒരു ഇതിൽ മനുഷ്യരല്ലേ പറയല്ലോ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, അഫി ഒന്നും വേണ്ട, ഈ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇതിൻ്റെ കൂടെപ്പിറപ്പാണ്. ഇന്ന് ഈ ഹസ്ബൻഡ് മക്കൾ സന്തോഷമായിട്ട് മരണം വരെ അള്ളാഹു എത്തിച്ചും കൊടുക്കട്ടെ. അപ്പോൾ എല്ലാ സുഖ സൗകര്യത്തോട് കൂടിയിട്ട് അൽഹംദുലില്ലാ ഇന്ന് വരെ അവൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ടും കഴിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസമെങ്കിലും ഞാൻ ഉമ്മാനോട് ചോദിച്ചു നോക്ക്, അല്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അല്ല എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഒന്നും വേണ്ട, എൻ്റെ പഠിച്ചവനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കെന്താ ഇങ്ങനെ ഓൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒന്നും ഞാൻ പറഞ്ഞില്ല നിമിഷം വരെ. അപ്പം ഞാൻ ഓളോ പറഞ്ഞ്, ഈ വേണ്ടത് ഒരാളെ കണ്ടിട്ട് നമ്മൾ അംഗീകരിക്കരുത്, ഭയങ്കര കണ്ടിട്ട് ഒരാളെ കണ്ടിട്ട് അനുകരിക്കരുത്. നമ്മളെ ജീവിതം മറ്റുള്ളവർക്ക് നോക്കി ആകുമ്പോഴാണ് എൻ്റെ ജീവിതം ഈ പ്രയാസമായിട്ട് തോന്നുന്നത്. ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ആയതുകൊണ്ട് എനിക്കെന്തും പറയാമല്ലോ. ഞാൻ അവളോട് പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞ് ഈ പറഞ്ഞത് സത്യമാണ്, ഇതിലും എപ്പോഴും പറയലുണ്ട്. അപ്പോൾ ഞാൻ ഓളോ പറഞ്ഞു, ഇതില് വേണ്ടി വന്ന് എനിക്ക് ഇന്നെ മനസ്സിലാക്കാം. ഇതിൽ ചെറിയ കുട്ടി, വെറും 13 വയസ്സുള്ള ആ കുട്ടി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് തെച്ചിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്, തെച്ചിനെ സമ്മതിക്കണം, രാവിലെ മുതൽ അന്ത്യാകുന്നതെന്ന് പറയുന്നവരെ ഞാനിങ്ങനെ ഇരിക്കുന്നു. കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. അവൾ പറയാം, പുറം ലോകമായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവൾ പറയുന്നതാണെന്ന് നിന്ന് ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ടും പലരും ഇരുന്നിടത്ത് ഇരിക്കുകയല്ലല്ലോ. അപ്പോൾ ഓള് പറയാം, തെച്ചിനമ്മ കണ്ടുപഠിച്ചു, തെച്ചി എന്നിട്ട് ആരോടെങ്കിലും പ്രയാസമോ കാര്യം പറയുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കി, അത്ര പോലും ഈ മനസ്സിലാക്കില്ല.
ഈ ഒന്നും വേണ്ട, ഈ എൻ്റെ ജീവിതത്തിലേക്ക് നോക്ക്, അപ്പം എനിക്ക് മനസ്സിലാവും ഈ എത്ര ഭാഗ്യവതിയാന്ന്. അപ്പോൾ ഓൾ പറഞ്ഞ പാടന്നെ അപ്പോൾ എന്നോട് പറയാം, ഇത് പറഞ്ഞത് സത്യമാണ്, വളരെ സത്യമാണ്, ഇനി ഞാൻ പറയില്ല. ഞാൻ ഓൾക്കൊരു പാടായിട്ട് പറഞ്ഞു, മേലിൽ ഈ കാര്യേ പറയരുത്, ഇത് എന്നല്ല ഒരാളെ ജീവിതത്തിലേക്ക് ഈ എത്തി നോക്കരുത്. ഓളെത്തി നോക്കിയെന്നല്ല കേട്ടോ പറഞ്ഞത്, ഒരാളായിട്ട് ഈ കമ്പയർ ചെയ്യരുത്. എനിക്കതില്ലല്ലോ, ഞാനെന്താ ഇങ്ങനെ, അങ്ങനെയല്ല, എനിക്കിത് തന്നല്ലോ പഠിച്ചോനെ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ തസ്ലീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്ര ഭാഗ്യവതിയാണ്. ഈ അത് മാത്രം ആലോചിച്ചാൽ മതി, വേറെ എങ്ങോട്ടും ഈ പോകരുത്, ഇന്നെ മാത്രം എക്സാമ്പിളാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓള് ഇന്ന് ഉമ്മ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാനെന്ന്. അപ്പോൾ ഓൾക്കത് മനസ്സിലായി, അത് ഉൾക്കൊണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇനി ഒരിക്കലും ഓരങ്ങനാണെടി ഇവരിങ്ങനാണെടി എന്നോട് പറയില്ല. കാരണം എനിക്കറിയാം ഓള് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞത് സത്യമാണ്, ഞാൻ അതങ്ങോട്ട് ചിന്തിക്കാൻ, അത് ചിന്തിക്കണം. എനിക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു പോരായ്മകളാണ് ഓള് നോക്കുന്നത്. പക്ഷെ അതല്ല, അപ്പം നമ്മളെക്കാൾ താഴേലേക്ക് നോക്കിയാൽ ഇപ്പം ഞാനങ്ങനെ ചിന്തിക്കുക, തീരെ താഴെ എഴുന്നേക്കാൻ പറ്റാത്തവർ, കയ്യും കാലൊക്കെ ഭയങ്കര എന്താ പറയുക, കറക്റ്റ് വളർച്ചെത്താത്ത, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇരിക്കാൻ പറ്റാത്ത, കിടക്കല്ലേ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ റബ്ബേ എനിക്ക് എന്തോ ഒരു അനുഗ്രഹം റബ്ബ് തന്നത്. അപ്പോൾ ഞാൻ അതിൽ അൽഹംദുലില്ലാ പറയും. അത് ഞാൻ എപ്പോഴും വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇതിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ലേ, എന്നിട്ട് പോലും ഇതിൻ്റെ മനസ്സിലാക്കിയില്ലല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയല്ലടി, ഞാൻ അങ്ങനെ പറഞ്ഞു ഇതാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, എന്തായാലും അവൾക്ക് അനുസരിച്ച് ഇനിയോട് ഒരിക്കലും ഒരാളെ ഓളില്ലാന്നല്ല, ഒരാളെ കാര്യത്തിൽ ഓൾ കമ്പയർ ചെയ്യില്ല, ഉറപ്പാണ്. ഞാൻ വീണ്ടും പറയുന്നു, വാക്കുകളിൽ മിസ്റ്റേക്ക് വന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൾ ഇനി ഓരങ്ങനാണല്ലോ, ഞാനെന്താ ഇങ്ങനെ ഓളോളെ ഇത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ട് ഒരാളെ ജീവിതം വെച്ചിട്ട് എന്നെ ഇനി ഓളായിട്ട് താരതമ്യപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞു എന്നിലേക്ക് നോക്ക്, എന്നെ മാത്രം നോക്കിയാൽ മതി, അപ്പോൾ എനിക്കെല്ലാം ഉത്തരം പെട്ടെന്ന് കിട്ടും. ഈ അപ്പം തന്നെ വേണമെങ്കിൽ 2 റക്അത്ത് സുന്നത്താവും. സുന്നത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം. കാരണം ഞാനങ്ങനെ പറയില്ല കേട്ടോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യലും പറയലൊക്കെ. ഞാനിത് വെറുതെ പറയുമെന്നല്ല, അപ്പം പറയും യൂട്യൂബിൽ നിന്നിട്ടാണ് അവൾ മാതിരിയൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യമൊന്നും എനിക്ക് പറയാണ്ട്, യൂട്യൂബിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് വീഡിയോ ചെയ്യുന്നത് വലിയ കാര്യമില്ല. ഞാനുണ്ടല്ലോ, ഞാനെന്ന വ്യക്തി ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. ഞാൻ ഡെയിലി ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ മാറ്റും, ഞാൻ ഇങ്ങനെ റെഡിയായിട്ട് പുറപ്പെട്ടോണ്ട് നിൽക്കുന്ന പോലാണ് ഞാൻ. അത് ഞാൻ ഇതിൽ മീഡിയയിൽ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഞാനൊരു ചാനൽ ചെയ്യുന്നു, അപ്പോൾ വീഡിയോ ചെയ്യും, ചാനലുണ്ട്, വീഡിയോ ചെയ്യുന്നു, അപ്പോൾ ഞാൻ ഈ വേഷത്തിൽ തന്നെ വരികയാണ്. അല്ലാതെ ഇതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും അണിഞ്ഞൊരുങ്ങില്ല. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ എന്നാലും പറഞ്ഞേന്നുള്ളൂ. അപ്പോൾ ഇന്നൊരു സന്തോഷം, അവളവിടെ അത് പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിനൊരു കുളിർമ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യവും ഞാൻ എൻ്റെ ഫാമിലിയാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭയങ്കര സംതൃപ്തിയുണ്ട്, വേറെ ഒന്നുമല്ല. എന്നെ അനുസരിക്കും, നമ്മൾ അനുസരിക്കുന്നവരോട് വേണം പറയാൻ, അല്ലാണ്ട് ഇന്ന് പറഞ്ഞ് നാളത്തേക്ക് അത് മറക്കുന്നത്. അപ്പോൾ എനിക്കത് ഉറപ്പാണ്, അപ്പോൾ അനുസരിക്കും, ഷുവറാണ്. ആ ഒരു പാടാണത്. അപ്പോൾ ആർക്കാരും നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ. നമുക്കൊരു ഇത്തിരി അറിവുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് ഒരു പ്രതിഫലമാണ്. എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ എന്നെ തന്നെ എടുത്ത് നോക്കുന്ന. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല. പിന്നെന്താ, എന്നും പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, സബാക്കുക, ഷെയറാക്കുക, കമൻ്റാക്കുക, അങ്ങനെയൊക്കെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.